അതെ, സ്വപ്നം പലതും വിറ്റുപെറുക്കി സ്വർണം വിളയും മരുഭൂമിയിലെ എണ്ണപ്പാടം തേടി വിസിറ്റ് വിസയുമായി എത്തുന്നു പാവം പ്രവാസികൾ. ഒരു ജോലി കിട്ടി വിസിറ്റ് വിസ റെസിഡന്റ് വിസ ആകേണ്ട താമസം അതുവരെ സൈലന്റ് മോഡിലായിരുന്ന ഫാമിലി നെറ്റ്വർക്കിന്റെ റേഞ്ച് കൂടും. പിന്നീട് എല്ലാവർക്കും വേണ്ടത് ദുബായ് കാണാൻ ഒരു UAE വിസ നേടി ഗൾഫിലേക്കുള്ള മലയാളിയുടെ പ്രയാണത്തിന് UAEയുടെ ചരിത്രത്തിനത്ര തന്നെ പ്രായമുണ്ട്. UAEക്കൊപ്പം തന്നെ പ്രവാസിയും വളർന്നു പന്തലിച്ചവർ നാട് മറന്നു. പക്ഷെ ചിലർ എന്നും നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു. ഫലം അയ്യോ, നിങ്ങൾ എന്താ മനുഷ്യ പറയണത്? നാട്ടിലേക്ക് വരാനോ? വന്നോ, ഞാനും പിള്ളേരും പെരുവഴിയിൽ പരേഡിന് ഇറങ്ങാം. അല്ല പിന്നെ വീടിന്റെ ആധാരം അറിയാലോ. കുടുംബത്തിന് വേണ്ടി പലരും പലതും മറന്നു. പക്ഷേ പ്രവാസിയുടെ നാട്ടിലെത്താനുള്ള ആഗ്രഹത്തിനൊപ്പം സാങ്കേതിക വിദ്യയും വളരുന്നുണ്ടായിരുന്നു. പ്രവാസം മടുത്ത ഒരു പാവം പ്രവാസി അങ്ങനെ സാങ്കേതിക വിദ്യയുടെ സഹായം തേടുവാൻ തീരുമാനിച്ചു. കുടുംബത്തെ പട്ടിണിയാക്കാതെ തന്നെ പ്രവാസത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നാട്ടിലേക്ക് മടങ്ങാൻ അവൻ തീരുമാനിച്ചു. അവന്റെ ജോലികൾ ചെയ്യുവാൻ ഒരു മനുഷ്യതുല്യനായ റോബോവിനെ തേടി നടന്നു. അവന്റെ റോബോ അന്വേഷണം വിജയം കണ്ടു. അവൻ കണ്ടെത്തി അവന്റെ ജോലികൾ എന്തും ചെയ്യുവാൻ കഴിവുള്ള ഒരു മനുഷ്യതുല്യനായ റോബോ. ബോസ്, ഞാൻ മെഡിക്കൽസ് പാസ്സായി. ഇനി എമിറേറ്റ്സ് ID കൂടി കിട്ടിയാൽ ബോസിന് ധൈര്യമായി നാട്ടിൽ പോകാം. ഇവിടത്തെ കാര്യം ഞാൻ ഏറ്റു. ഓ ശരി, മറക്കണ്ട. മാസം ആദ്യം തന്നെ ശമ്പളം കൃത്യമായി അങ്ങ് നാട്ടിലെത്തണം. അപ്പൊ ശരി, ടേക്ക് ആക്ഷൻ റോബോ. ഓക്കെ ബോസ്, ഓക്കെ. അങ്ങനെ ആ പ്രവാസി റോബോ പ്രവാസ ജീവിതം ആരംഭിച്ചു. ഈ രീതി പിന്നീട് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള പ്രവാസികളും അവലംബിച്ചു തുടങ്ങി. അങ്ങനെ UAE മലയാളി പ്രവാസികളുടെ റോബോ പകരക്കാരാൽ നിറഞ്ഞു. ഹലോ, കഫറ്റേറിയ. 2 batteries, 1 memory chip, room number 408. പറ്റിൽ എഴുതിക്കോ. മലയാളി പ്രവാസികൾ നാട്ടിലിരുന്നു കൊണ്ട് അവരുടെ പ്രവാസി റോബോകളുടെ അധ്വാനത്തിന്റെ ഫലം ആവോളം നുകർന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ദുബായ് നഗരം റോബോകളെയും സ്മാർട്ടാക്കി തുടങ്ങി. Robo Maggie, last week where were you? Man, I was busy. Last week Pravasi Vanitha Robots Association ഓണാഘോഷമായിരുന്നു. It was 1000 watts Satya with the 24 charges and so many memory chips. Just in time. I'm so glad you have a one-track mind. പ്രവാസി റോബോസ് കാശ് പൊടിച്ച് ആഘോഷിക്കാൻ തുടങ്ങിയതോടെ റോബോസിന്റെ സുഖലോലുപരായ മുതലാളിമാർ നാട്ടിൽ നിന്നും UAE തിരിച്ചെത്തി. റോബോസിനെ അവർ നാട്ടിലേക്ക് അയച്ചു. സ്വന്തം ജോലി സ്വന്തമായി ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ പ്രവാസി വീണ്ടും പ്രവാസിയായി. അവർക്ക് പകരക്കാരായ റോബോസ് നാട്ടിൽ അവരുടെ വീട്ടിൽ വേലക്കാരായി. കാലം വീണ്ടും മുന്നോട്ടു പോയി. ഹലോ, ആരാ? ആരാന്നാ? നിനക്കെന്റെ നമ്പർ മനസ്സിലായില്ലേ? എടി ഞാനാ. അതെ, ലീവ് കിട്ടി. പിന്നെ ഇത്തവണത്തെ ബോണസ് ഞാനങ്ങ് അയച്ചിട്ടുണ്ട്. നീ ആ പിള്ളേർക്ക് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്ക്. ഓ, നിങ്ങൾ കാശൊന്നും അയക്കണ്ടാന്നേ. നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ പറ. ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന റോബോ ചെയ്യാത്ത ജോലിയില്ല. കാലത്ത് പത്രം ഇടാൻ പോകും, പിന്നെ ഹോട്ടലിൽ പണി, തെങ്ങ് കയറ്റം, ഇംഗ്ലീഷ് ട്യൂഷൻ ഒക്കെ കഴിഞ്ഞ് എന്നെ അടുക്കളയിലും സഹായിക്കും. പിന്നെ പറമ്പിൽ പച്ചക്കറി കൃഷി, ഓട്ടോറിക്ഷ ഓടിച്ചും കാശുണ്ടാക്കും. അങ്ങനെ നിങ്ങൾ അയക്കുന്നതിന്റെ ഇരട്ടിയേ എന്റെ റോബോ നാട്ടില് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, അപ്പുറത്തെ വീട്ടിലെ സുനന്ദയുടെ ഭർത്താവിനെ 4 റോബോ 40 ആളുടെ പണിയെടുക്കും. നാട്ടിലേ മനസ്സ് വെച്ചാ ജോലി ചെയ്ത് കാശുണ്ടാക്കാം. നിങ്ങൾ ഇവിടെ വന്ന റോബോനെ കണ്ടുപടി മനുഷ്യ. റോബോ നമ്മളെ പാഠം പഠിപ്പിച്ചാലും ഇല്ലേലും ഒരു കാര്യം ഉറപ്പാണ്, ജോലിയും അവസരങ്ങളും ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. അത് ചെയ്യുവാനുള്ള മനസ്സ് അതുണ്ടായാൽ മാത്രം മതി. ഇല്ലെങ്കിൽ റോബോസ് താരമാകും.
നിർത്ത നിന്റെ സിനിമ. ഞങ്ങൾ ഓൾ കേരള റോബോ അസോസിയേഷനോട് ചോദിക്കാതെ നിന്നോടാരാ സിനിമ ഉണ്ടാക്കാൻ പറഞ്ഞേ? ഞങ്ങൾ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തിക്കളി സൂക്ഷിച്ചോ. അയ്യോ, അങ്ങനെ കേരളത്തിലെ റോബോസും നമ്മളെ പോലെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പഠിച്ചു. ഇനി രക്ഷയില്ല. ഓക്കെ, സ്റ്റേ ട്യൂൺ.